നമ്മുടെ ഈ രൂപതയിൽ വിശ്വാസ പരിശീലനത്തിന് നേതൃത്വം നൽകുകയും വിശ്വാസ പരിശീലനത്തിൻ്റെ ആവശ്യം മനസ്സിലാക്കി നൽകുകയും ചെയ്ത നമ്മുടെ 2 വന്യപിതാക്കന്മാരെ നന്ദിയോടെ നമുക്ക് ഓർക്കാം. കാലം ചെയ്ത മൊറോൻ മോർസൽ ബസേലിയോസ് കാതോലിക്ക ബാബായെയും ദിവന്നാസ്യൂസ് പിതാവിനെയും ഈ സമയം നമുക്ക് ഓർക്കാം. അതോടൊപ്പം നമ്മുടെ ഓരോ ഇടവകളിലും നമുക്ക് മതാധ്യാപനം പകർന്നു നൽകിയ എല്ലാ മതാധ്യാപകരെയും നന്ദിയോടെ തിരുസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. അതോടൊപ്പം കാലം ചെയ്ത് മൺമറഞ്ഞു പോയ എല്ലാ വൈദികരെയും സമർപ്പിതരെയും നമുക്ക് ഓർക്കാം. വളരെ പ്രത്യേകമായി ഇന്നത്തെ ദിവസം ഇവിടെ ആദരിക്കുന്ന ബഹുമാനപ്പെട്ട മതാധ്യാപകരെ ഓരോരുത്തരെയും പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ഇവരിലൂടെ നമുക്കും നമ്മുടെ സഭയ്ക്കും നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഇനിയും കൂടുതലായ കൃപകളും അനുഗ്രഹങ്ങളും ഓരോരുത്തരേക്കും വർഷിക്കണമേ എന്ന് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാകപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടനിൽ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു. ആമേൻ. നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ. നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായി നമ്മുടെ കർത്താവേ ശമിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ. നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവേ ശമിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ. നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവേ ശമിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ. നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവേ ശമിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ. നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവേ ശമിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ. നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവേ ശമിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ. നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവേ ശമിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ. നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവേ ശമിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ. നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവേ ശമിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ.
നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവേ യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നി ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ജപമാല സമർപ്പണം. മുഖ്യദൂതന്മാരായ വിശുദ്ധ മീഖായേലേ, വിശുദ്ധ ഗബ്രിയേലേ, വിശുദ്ധ റഫായേലേ, സ്ലീഹന്മാരായ മാർ പത്രോസേ, മാർ പൗലോസേ, മാർ യോഹന്നാനേ, ഞങ്ങളുടെ പിതാവായ മാർ തോമായേ, മഹാപാപികളായി ഞങ്ങൾ നിവർത്തിച്ച ഈ പ്രാർത്ഥനയെ നിങ്ങളുടെ സ്തുതികളോടുകൂടി ഒരുമിച്ച് ചേർത്ത് പരിശുദ്ധ ദൈവമാതാവിൻ്റെ തൃപ്പാദത്തിങ്കൽ കാണിക്കയായി സമർപ്പിക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. സ്വർഗ്ഗസ്ഥ പിതാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ലോകരക്ഷിതാവായ ദൈവപുത്ര, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവമായ പരിശുദ്ധ തൃത്വമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തമ്പുരാന്റെ പുണ്യജനനിയേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യകകൾക്ക് മകുടമാകുന്ന നിർമ്മല കന്യകയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മിശിഹായുടെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വരപ്രസാദത്തിന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. എത്രയും പരിശുദ്ധയായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അത്യന്ത വിരക്തയായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യകത്വത്തിന് ഭംഗം വരാത്ത മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പാചനമായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അത്ഭുതത്തിന് വിഷയമായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഉപദേശത്തിന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പിതാവിന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പിതാവിന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സഭയുടെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഇത്രയും വിവേകമുള്ള കന്യകയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്തുതിക്ക് യോഗ്യയായ കന്യകയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വല്ലഭയായ കന്യകയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കരുണയുള്ള കന്യകയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വസ്ഥയായ കന്യകയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നീതിയുടെ ദർപ്പണമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ജ്ഞാനത്തിന്റെ സിംഹാസനമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ ആനന്ദത്തിന്റെ കാരണമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആത്മിക പാത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ബഹുമാനത്തിന്റെ പാത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സാമാന്യ ഭക്തിയുടെ പാത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രഹസ്യം നിറഞ്ഞ പനിനീർ പുഷ്പമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഇതിന്റെ കോട്ടയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദന്തം കൊണ്ടുള്ള കോട്ടയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആലയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദാനത്തിന്റെ പെട്ടകമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രാജ്യത്തിന്റെ വാതിലേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കാലത്തിലെ നക്ഷത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിങ്ങളുടെ സ്വസ്ഥതയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പാപികളുടെ സങ്കേതമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദുഃഖിതരുടെ ആശ്വാസമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ജ്ഞാനികളുടെ സഹായമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മാലാഖമാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പൂർവ്വപിതാക്കന്മാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദർശികളുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ന്മാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ജ്ഞാനന്മാരുടെയും രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യകകളുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സകല വിശുദ്ധന്മാരുടെയും രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആരോപിതയായ രാജ്ഞി,
ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സമാധാനത്തിന്റെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടായ യേശു തമ്പുരാനെ, കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടായ യേശു തമ്പുരാനെ, കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടായ യേശു തമ്പുരാനെ, കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഇതാ നിന്റെ പക്കൽ ഞങ്ങൾ അഭയം പ്രാപിക്കുന്നു. ഞങ്ങളുടെ ആവശ്യ നേരത്ത് ഞങ്ങളുടെ യാചനകൾ നീ നിരസിക്കരുതേ. ഭാഗ്യവതിയും അനുഗ്രഹീതയുമായ കന്യകയെ, സകല ആപത്തുകളിൽ നിന്നും ഇപ്പോഴും ഞങ്ങളെ കാത്തുകൊള്ളണമേ. യേശുമിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വർഗരാജ്ഞി, കരുണയുടെ മാതാവേ, സുസ്തി. ഞങ്ങളുടെ ജീവനും മാതൃവും ശരണവുമേ, സുസ്തി. പ്രവാസികളും ഹവായുടെ മക്കളുമായി ഞങ്ങൾ കണ്ണുനീരിന്റെ താഴ്വരയായ ലോകത്തിൽ നിന്ന് തന്നെ വിളിക്കുന്നു. കരഞ്ഞു പ്രലപിച്ചുകൊണ്ട് നിന്റെ പക്കൽ ദീർഘനിശ്വാസം ചെയ്യുന്നു. ആകയാൽ ഞങ്ങളുടെ മധ്യസ്ഥയായ അമ്മേ, നിന്റെ കരുണയുള്ള കണ്ണുകളെ ഞങ്ങളുടെ നേരെ തിരിക്കണമേ. കൃപയും സ്നേഹവും മാധുര്യവും നിറഞ്ഞ കന്യകാമറിയമേ, നിന്റെ തിരുവുദരത്തിന്റെ അനുഗ്രഹീത ഫലമായി ഈശോയെ ഈ പ്രവാസ ജീവിതത്തിന് ശേഷം ഞങ്ങൾക്ക് നീ കാണിച്ചു തരണമേ. ആമേൻ. എത്രയും ദയുള്ള മാതാവേ, നിന്റെ സങ്കേതത്തിൽ ഓടി വന്ന് നിന്റെ സഹായം അപേക്ഷിച്ച് നിന്റെ മാധ്യസ്ഥ യാചിച്ചവരിൽ ഒരു വിളിയെങ്കിലും നീ ഉപേക്ഷിച്ചതായി ലോകത്തിൽ കേൾക്കപ്പെട്ടില്ലായി നീ ഓർക്കണമേ. കന്യകളുടെ രാജ്ഞി, ദയുള്ള മാതാവേ, ഇപ്രകാരമുള്ള വിശ്വാസത്താൽ ധൈര്യം പ്രാപിച്ച് നിന്റെ തൃപ്പാത്തിങ്കൽ ഞാൻ അടുത്തു വരുന്നു. പാപിയായി ഞാൻ നെടുവീർപ്പോടും കണ്ണുനീരോടും കൂടെ നിന്റെ ദയായിക്കത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് നിന്റെ സന്നിധിയിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിന്റെ മാതാവേ, എൻ്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടറിയണമേ. ആമേൻ. വചനമാരി പൊഴിക്കണേ ദൈവമേ, തിരുവചനമാക്കി തീർക്കണേ എന്നെയും. വചനമാരി പൊഴിക്കണേ ദൈവമേ, തിരുവചനമാക്കി തീർക്കണേ എന്നെയും. നീ തന്നെ വചനവും നീയല്ലോ രക്തവും, നീ തന്നെയാണല്ലോ ശരീരവും. നീ തന്നെ വചനവും നീയല്ലോ രക്തവും, നീ തന്നെയാണല്ലോ ശരീരവും. വചനവർഷം തിരുവചനവർഷം, വചനവർഷം തിരുവചനവർഷം, നിന്നിൽ വസിച്ചിടാം. തിരുവചനവർഷം നിന്നിൽ വസിച്ചിടാം. വചനമാരി പൊഴിക്കണേ ദൈവമേ, തിരുവചനമാക്കി തീർക്കണേ എന്നെയും. ആദിമുതലുണ്ടായി
ആദിമുതലുണ്ടായിരുന്ന തിരുവചനം ആൽഫയും ഒമേഗയും നീ തന്നെ. അഖിലാണ്ട പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതും നീ. അഖിലാണ്ട പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതും നീ. അന്നും ഇന്നും എന്നും എന്നിൽ വാണിടുന്ന നാഥനും നീ. അന്നും ഇന്നും ഇന്നും എന്നിൽ വാണിടുന്ന നാഥനും നീ. ഇമ്മാനുവേൽ 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 അനുഭവം പകരണമേ. ഇമ്മാനുവേൽ അനുഭവം പകരണമേ. വചനമായി പൊഴിക്കണേ ദൈവമേ. തിരുവചനമാക്കി തീർക്കണേ എന്നെയും. പ്രാർത്ഥന. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. പുനരൈക്യ പ്രസ്ഥാനത്തിൻ്റെ ശതാബ്ദിക്കായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന മലങ്കര സുറിയാനി കത്തോലിക്കാ സഭയെ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. നിത്യവചനവും കാരുണ്യവാനുമായ ദൈവമേ, ഈ വചനവർഷത്തിൽ തിരുവചന വായനയിലൂടെയും പഠനത്തിലൂടെയും ധ്യാനത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും വ്യക്തിയായും കുടുംബമായും സഭയായും അവിടുത്തെ സ്വരം കേൾക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. തിരുലിഖിതങ്ങളിലൂടെ എഴുന്നള്ളി വരുന്ന അങ്ങയെ അനുദിനം കണ്ടുമുട്ടി അങ്ങിൽ വസിക്കുന്നതിൻ്റെ ആനന്ദവും മാധുര്യവും സൗഖ്യവും ശക്തിയും വിശുദ്ധിയും ആഴത്തിൽ അനുഭവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. ഞങ്ങളുടെ മനസ്സുകൾക്ക് പുതിയ ജ്ഞാനവും പ്രകാശവും നൽകുകയും ഹൃദയങ്ങളിൽ സ്നേഹവും സമാധാനം നിറയ്ക്കുകയും ചെയ്യണമേ. തിരുവചനത്തിൻ്റെ പ്രകാശം ചുറ്റുമുള്ള ലോകത്തിൽ വ്യക്തമായി പ്രതിഫലിപ്പിക്കുവാനുള്ള പരിശുദ്ധാത്മശക്തി പ്രദാനം ചെയ്യണമേ. ജീവിതത്തിൽ വചനത്തിന് സാക്ഷ്യം വഹിക്കുന്ന യഥാർത്ഥ കൃത്യശിഷ്യന്മാരാകുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. തിരുവചനത്താൽ നിരന്തരം വിശദീകരിക്കപ്പെട്ടവളും സുവിശേഷത്തിൻ്റെ പരിമളമുള്ള മണവാട്ടിയുമായി മലങ്കര സുറിയാനി കത്തോലിക്കാ സഭയെ പുനരൈക്യത്തിൻ്റെ ശതാബ്ദിയിൽ അവിടത്തേക്ക് പുനഃപ്രതിഷ്ഠിക്കുവാൻ കൃപയേകണമേ. അവതരിച്ച വചനത്തിൻ്റെ അമ്മയായ പരിശുദ്ധ ദൈവമാതാവേ, ഭാരതത്തിൽ വചനവിത്ത് വിതച്ച ഞങ്ങളുടെ കാവൽ പിതാവായ മാർത്തോമാ ശ്ലീഹായെ, സകല വിശുദ്ധരെ, ധന്യന്മാർ ഇവാനിയോസ് പിതാവേ, വചനത്തിൻ്റെ കൂടാരമായി രൂപാന്തരപ്പെടുവാൻ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ. വിത്ത് വിതച്ചിട്ടല്ലാത്ത വയലിൽ നിന്നും വിളവ് ലഭിക്കുന്നില്ലാത്തതുപോലെ തന്നെ വേദപഠനം തക്ക കാലത്ത് നടത്തിയിട്ടില്ലാത്ത ഇടവകളിൽ നിന്നും ദൈവഭക്തരും സന്മാർഗ ജീവിതം നയിക്കുന്നവരുമായ കുഞ്ഞുങ്ങൾ ഉണ്ടാകുമെന്ന് നാം പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന ഗുരുമൊഴിയിലൂടെ നമ്മെ ഉത്ബോധിപ്പിച്ച ധന്യന്മാർ ഇവാനിയോസ് വലിയ മെത്രാപ്പോലീത്തായുടെ വജസ് ശിരസാവഹിച്ച് ബത്തേരി ഭദ്രാസനത്തിൻ്റെ വിശ്വാസ പരിശീലന കാര്യാലയം സ്രോതസ് സംഘടിപ്പിക്കുന്ന മതബോധന അധ്യാപകരുടെ വാർഷിക സംഗമമായ ഗുരുവന്ദനം എന്ന പരിപാടിയിലേക്ക് ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. നമ്മളുടെ ഈ യോഗത്തിന് ഒരു സ്നേഹജ്വാലയായി നമ്മിലേക്ക് എപ്പോഴും ഒരു ചെറുപുഞ്ചിരിയോടെ നമുക്കേവർക്കും സ്വാഗതം അരുളുന്നതിനായി ഭദ്രാസന സ്രോതസ് കോർഡിനേറ്റർ ബഹുമാനപ്പെട്ട സിസ്റ്റർ മരിയ SICയെ സ്നേഹപൂർവം ക്ഷണിക്കുന്നു. അഭിവന്യ മാത്യൂസ് മോർ പക്യോമൈസ് പിതാവേ, വന്യ മോൺസിഞ്ഞോർ ഡോക്ടർ ജേക്കബ് ഓലിക്കിലച്ച, മതബോധന പ്രസ്ഥാനത്തിൻ്റെ രൂപത ഡയറക്ടർ വന്യ തോമസ് ക്രിസ്തുമന്ദിരത്തിലച്ച, അസിസ്റ്റന്റ് ഡയറക്ടർ അബ്രഹാം പുന്നവിളയച്ച,
മേഖലാ ഡയറക്ടർ അച്ഛന്മാരെ, മേഖലാ കോർഡിനേറ്റർ സിസ്റ്റേഴ്സ്, സെക്രട്ടറി ആയിരിക്കുന്ന ജോർജ് മാത്യു സാർ, പ്രധാന അധ്യാപകരെ, മറ്റ് അധ്യാപകരെ, നമ്മുടെ ബത്തേരി രൂപതയിലെ ഉന്നത നിരയിലിരിക്കുന്നവരുടെ ഒരു കൂടിവരവാണ് ഗുരുവന്ദനം 2024. കൂടിവരവ് എപ്പോഴും സന്തോഷത്തിൻ്റെയും ഒത്തൊരുമയുടെയും കൂട്ടായ സഹവർത്തിത്വത്തിൻ്റെയും അടയാളമാണ്. പല മേഖലകളിൽ നിന്ന് വന്നവരെ അറിയുവാനും പരിചയപ്പെടാനുമുള്ള ഒരു വേദി കൂടിയാണ് ഇത്. മതബോധനം നമ്മുടെ വിശ്വാസവും ധാർമ്മികതയും പകർന്നു കൊടുക്കുവാനുള്ള ഇടമാണ്. വിശ്വാസ തലത്തിലുള്ള നമ്മുടെ അറിവിനെ പരിപോഷിപ്പിക്കുന്ന ഒരു വേദി കൂടിയായി മാറുകയാണ് ഈ സംഗമം. പ്രത്യേകിച്ച് സഭ വചനവർഷത്തിലൂടെ കടന്നു പോകുമ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ മതബോധനത്തെ എങ്ങനെ കാണാമെന്ന ചിന്ത കൂടി ഈ കൂടിവരവിൽ നിറഞ്ഞു നിൽക്കട്ടെ. സുവിശേഷ അധിഷ്ഠിത പ്രബോധനങ്ങളിൽ അടിയുറച്ചു നിന്ന് വചനത്തെ പരോപകാര പ്രവൃത്തിയായി സഹോദരന് നൽകി ദൈവത്തെ ആരാധിക്കുമ്പോഴാണ് ക്രൈസ്തവ ജീവിതം അർത്ഥവത്തും കാലഘട്ടത്തിന് പ്രസക്തവുമാകുന്നത്. സഭയുടെ ഈ ദൗത്യം എക്കാലവും ജീവിക്കുന്ന കാലഘട്ടത്തിൻ്റെ മുമ്പിൽ ആവിഷ്കരിക്കുന്ന ഒരു നല്ല ഇടയനാണ് ഏറെ ബഹുമാനപ്പെട്ട ഡോക്ടർ ജേക്കബ് ഓലിക്കലച്ചൻ. ദൈവശാസ്ത്ര പാണ്ഡിത്യത്തിൻ്റെ ഉന്നതിയിൽ നിൽക്കുമ്പോഴും ലാളിത്യം കൈവിടാതെ നല്ല ഗുരുനാഥൻ. ദൈവത്തിൻ്റെ സ്നേഹം എല്ലാവർക്കും നിസ്വാർത്ഥമായി കടന്നു ചെല്ലുന്ന എല്ലാ ഇടവുകളിലും എല്ലാ ശുശ്രൂഷ മേഖലകളിലും ഏവർക്കും പ്രിയങ്കരനായി മാറിയ ആചാര്യൻ. അച്ഛൻ്റെ സാന്നിധ്യം ഈ ദിവസത്തെ ഏറെ ഹൃദ്യമാക്കി മാറ്റുന്നു. ഇവിടെ കൂടിയിരിക്കുന്ന ഏവരുടെയും പേരിൽ അച്ഛനെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കാലഘട്ടത്തിൻ്റെ അടയാളങ്ങൾ തിരിച്ചറിഞ്ഞ് ദൈവവചനം സഭാപ്രബോധനങ്ങളും പ്രവാചക ധീരതയോടെ നമ്മെ പഠിപ്പിച്ച് ക്രിസ്തീയ വിശ്വാസം ജീവിക്കണമെന്ന് തൻ്റെ ജീവിതത്തിലൂടെ നമ്മെ ഉദ്ബോധിപ്പിക്കുന്ന അഭിവന്യ പക്കോമ്യൂസ് പിതാവിൻ്റെ സാന്നിധ്യം ഈ കൂടിവരവിന് ഏറെ പ്രാധാന്യമുള്ളതാകുന്നു, അനുഗ്രഹദായകമാക്കുന്നു. ബെൽജിയത്തുള്ള പ്രശസ്ത യൂണിവേഴ്സിറ്റിയായ ലുവൈനിൽ നിന്ന് ഡോക്ടറേറ്റ് പഠനം പൂർത്തിയാക്കി സഭയെയും സമൂഹത്തെയും വിവിധ സ്ഥാനമാനങ്ങളിലൂടെ സേവിക്കുകയും സഭയോട് അഗാധമായ സ്നേഹവും കിട്ടുന്ന വേദികളിലൊക്കെ സഭയുടെ ഉന്നമനത്തിന് തന്നാൽ കഴിയുന്ന വിധം പ്രയത്നിക്കുകയും ചെയ്യുന്ന വ്യക്തിത്വമാണ് അഭിവന്യ പിതാവ്. സഭാ ചരിത്രത്തെക്കുറിച്ച് അഗാധമായ പാണ്ഡിത്യമുള്ള ഒരു വ്യക്തിത്വം എന്നതിലുപരി ഉത്തമനായ ഒരു സന്യാസ ശ്രേഷ്ഠാചാര്യനാണ്. ബദനി സന്യാസ സമൂഹത്തിൻ്റെ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ, ജനറൽ സുപ്പീരിയർ എന്ന നിയോഗങ്ങളെ മഹത്വകരമായ രീതിയിൽ കൈകാര്യം ചെയ്യുകയും ഇന്ന് ദൈവം പ്രത്യേകമായി നൽകിയ നിയോഗത്തെ പൂന കട്കി രൂപതയെ നയിക്കുന്നതിനുള്ള ദൗത്യം ഏറ്റവും നന്നായി മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന പിതാവ് ഇന്നത്തെ ഈ ക്ലാസ് നയിക്കുന്നതിന് ഏറ്റവും യോഗ്യനായ ഒരു വ്യക്തി കൂടിയാണ്. വിശദമായ പഠനത്തിലൂടെ തൻ്റെ ദർശനങ്ങൾ കേൾവിക്കാരുടെ ഹൃദയങ്ങളെ സ്പർശിക്കുന്ന വിധത്തിൽ അവതരിപ്പിച്ച് വ്യക്തി നേട്ടങ്ങൾക്കുപരി സഭയുടെ നന്മയ്ക്കും വളർച്ചയ്ക്കും വേണ്ടി അക്ഷീണം പരിശ്രമിക്കുന്ന വ്യക്തിയാണ് അഭിമന്യ പിതാവെന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. നന്മ നിറഞ്ഞ ഈ ശ്രേഷ്ഠാചാര്യ ശുശ്രൂഷയിൽ ഏറ്റെടുക്കുന്ന എല്ലാ ശുശ്രൂഷകളും ദൈവാനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അഭിമന്യ പിതാവിനെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഏറ്റവും പ്രിയപ്പെട്ട രൂപത മതബോധന ഡയറക്ടർ വന്യ തോമസ് ക്രിസ്തു മന്ദിരത്തിൽ അച്ഛനെയും ബഹുമാനപ്പെട്ട അബ്രഹാം പുന്നവളി അച്ഛനെയും മറ്റു വൈദിക ശ്രേഷ്ഠരെയും സിസ്റ്റേഴ്സിനെയും ജോർജ് മാത്യു സാറിനെയും പ്രൊമോട്ടേഴ്സിനെയും എല്ലാ പ്രധാന അധ്യാപകരെയും ഇവിടെ ക്ഷണിക്കപ്പെട്ട ഏവരെയും ഒറ്റവാക്യത്തിൽ സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി. ബഹുമാനപ്പെട്ട സിസ്റ്ററിനും ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഏവരുടെയും നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ബത്തേരി രൂപത വികാരി ജനറൽ വെരി റവറൻ ഡോക്ടർ ജേക്കബ് ഓലിക്ലച്ചനെ ഹാർദമായി നമ്മുടെ ഭദ്രാസന വാർഷിക മതബോധന സംഗമത്തിൻ്റെ ക്ലാസിൻ്റെ ഉദ്ഘാടന പ്രഭാഷണത്തിനായി ഹാർദമായി ക്ഷണിക്കുന്നു.
കട്കി ഭദ്രാസനത്തിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന നമുക്കേവർക്കും പ്രിയങ്കരനായ അഭിമന്യ മാത്യൂസ് മാ പക്കോമ്യസ് പിതാവേ, ബത്തേരി ഭദ്രാസനം മതബോധന ഡയറക്ടറായിരിക്കുന്ന വലിയ ബഹുമാനപ്പെട്ട തോമസ് ക്രിസ്തുമന്ദിരത്തിലച്ഛൻ, അസിസ്റ്റൻ്റ് ഡയറക്ടറായിരിക്കുന്ന ബഹുമാനപ്പെട്ട അബ്രഹാം പുന്നവിളയച്ചൻ, ബഹുമാനപ്പെട്ട വൈദികരെ, സിസ്റ്റേഴ്സ്, ഇന്നത്തെ ഈ കൂടിവരവിൻ്റെ പ്രധാന കഥാപാത്രങ്ങളായിരിക്കുന്ന വിശ്വാസ പരിശീലന പ്രക്രിയയിൽ സജീവമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട അധ്യാപകരെ, ഗുരുവന്ദനം. പേര് അന്വർത്ഥമാക്കുന്ന വിധം വിശ്വാസ പരിശീലന പ്രക്രിയയിൽ ഗുരുക്കന്മാരായിരിക്കുന്ന, ആചാര്യന്മാരായിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരെ പ്രത്യേകമാവിധം ആദരിക്കുന്നതിനും ഓർമ്മിക്കുന്നതിനും ഒരു ദിനം ബത്തേരി ഭദ്രാസനം മാറ്റിവെച്ചിരിക്കുന്നു എന്നതിൽ ഏറെ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. അതിന് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട വൈദികരെയും അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഏറെ സന്തോഷത്തോടുകൂടി അഭിനന്ദിക്കുന്നു, എല്ലാ ആശംസകളും നേരുന്നു. നമുക്കറിയാം, വിശ്വാസ പരിശീലനം സഭയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷയാണ്. എന്നും അക്കാര്യം എടുത്തു പറഞ്ഞുകൊണ്ട് തന്നെയാണ് പിതാക്കന്മാരും സഭ ശുശ്രൂഷ ചെയ്യുന്ന വൈദികരുമൊക്കെ തങ്ങളുടെ നിലപാടുകൾ വ്യക്തമാക്കിയിട്ടുള്ളത്. കാരണം നമുക്കറിയാം, വിശ്വാസമാണ് ക്രൈസ്തവ ജീവിതത്തിൻ്റെ അടിസ്ഥാനം. സഭയുടെ നിലനിൽപ്പ് തന്നെ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് വിശ്വാസമെന്ന ദൈവിക ദാനത്തിലാണ്. നമുക്കറിയാം, സാധാരണയായി നമ്മൾ പറയാറുണ്ട്, വിശ്വാസം കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവും പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും ആണ് എന്ന്. ഒരു പടി കൂടി കിടന്ന്, അത് താത്വികമായി ശരിയാണ്, അതിന് തർക്കമൊന്നുമില്ല. ഒരു പടി കൂടി കിടന്ന വിശ്വാസം എന്നത് ജീവിതഗന്ധിയായ ഒരു യാഥാർത്ഥ്യമാണെന്ന് പറയാം. നമ്മൾ സാധാരണ പറയാറുണ്ട്, ദൈവം തന്നെ നമുക്ക് നൽകി, തൻ്റെ ഏകജാതൻ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ആ ദൈവിക സ്നേഹത്തോട് ഓരോ വ്യക്തിയും നൽകുന്ന വ്യക്തിപരമായ ജീവിത പ്രത്യുത്തരം, തങ്ങളുടെ ജീവിതം കൊണ്ട് ദൈവസ്നേഹത്തിന് നൽകുന്ന പ്രത്യുത്തരമാണ് വിശ്വാസം. മൈ ലൈഫ് റെസ്പോൺസ് ടു ഗോഡ് സെൽഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും. ചുരുക്കത്തിൽ വളരെ വലിയൊരു ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്നവരുടെ ഗുരുക്കന്മാരുടെ സംഗമമാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുക. പേരന്വർത്ഥമാക്കും വിധം നിങ്ങൾ ഗുരുക്കന്മാരാണ്, ഒരു വലിയ ശുശ്രൂഷയുടെ വക്താക്കളാണ്. ഒരു കുഞ്ഞിനെ ക്രിസ്തുവിൽ ജന്മം നൽകി വളർത്തി ഒരു വിശ്വാസ സമൂഹത്തിന്, സഭയ്ക്ക് ശക്തമായ അടിത്തറയിടുന്ന വലിയ ഒരു ഉത്തരവാദിത്വം, നിയോഗം ഏറ്റെടുത്തവർ. നമ്മൾ പറയാറുണ്ട്, നമ്മുടെ ഈ ഒരു ദൗത്യത്തിൻ്റെ പ്രത്യേകത എന്താണ്? ടു ട്രാൻസ്മിറ്റ് ദ ഫെയ്ത്ത്, ഗിഫ്റ്റ് ഓഫ് ഫെയ്ത്ത് അൺഡാമേജ്ഡ് എന്നാണ്. ദൈവം ഔദാര്യപൂർവ്വം നമ്മൾക്ക് നൽകിയ വിശ്വാസം എന്ന മഹാദാനത്തെ കലർപ്പില്ലാതെ, ചുളിവില്ലാതെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക എന്ന വലിയ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്ന ആചാര്യന്മാരാണ്, ഗുരുക്കന്മാരാണ് ഇന്നിവിടെ സന്നിഹിതരായിരിക്കുന്നത്. അവരെയാണ് ബത്തേരി ഭദ്രാസനത്തിൻ്റെ മതബോധന വിഭാഗം ഇന്ന് പ്രത്യേകമായി ഓർക്കുന്നതും ആദരിക്കുന്നതും. നമുക്കറിയാം, ഗുരുവിൻ്റെ പ്രത്യേകത വെളിച്ചം നൽകുന്നവനാണ്. വെളിച്ചം എന്തെന്ന് അറിഞ്ഞ് ആ വെളിച്ചത്തിലൂടെ നടക്കുന്നവനും മറ്റുള്ളവർക്ക് വെളിച്ചം പകർന്നു കൊടുക്കുന്നവനുമാണ്. സ്വയം പ്രകാശിക്കുന്നവനും അതോടൊപ്പം മറ്റുള്ളവരുടെ ജീവിതം പ്രകാശപൂരിതമാക്കുന്നവനുമാണ്. ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം, മതാധ്യാപകനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഉത്തരവാദിത്വം ക്രിസ്തുവിലേക്ക് മറ്റുള്ളവരെ അടുപ്പിക്കുക എന്നുള്ളതാണ്. ഒരു കുഞ്ഞിന് ക്രിസ്തുവിൻ്റെ മുഖം കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. പൊയ്മുഖങ്ങളില്ലാതെ, വെച്ചുകെട്ടലുകളില്ലാതെ ക്രിസ്തുവിൻ്റെ യഥാർത്ഥ മുഖം
ചൂണ്ടിക്കാണിച്ചു കൊടുക്കുക എന്ന വലിയ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുന്നവരാണ് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഓരോ അധ്യാപകരും ഗുരുക്കന്മാരും. നിങ്ങളെക്കുറിച്ച് സഭയ്ക്കെന്നും അഭിമാനമുണ്ട്. ഏറെ ത്യാഗങ്ങൾ സഹിച്ചാണ്, ആ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഏറെ ത്യാഗങ്ങൾ സഹിച്ച് നിങ്ങൾ ഓരോരുത്തരും ഇന്ന് ഈ സംഗമത്തിൽ പങ്കുചേരുവാനായിട്ട് ബത്തേരി രൂപതയുടെ വിവിധ ജില്ലകളിൽ നിന്ന്, എനിക്ക് തോന്നുന്നു 10 വൈദിക ജില്ലകളിൽ നിന്നും ഇവിടെ അധ്യാപകർ സന്നിഹിതരാണ്. പ്രൊമോട്ടേഴ്സ്, കോർഡിനേറ്റേഴ്സ്, പ്രധാന അധ്യാപകർ, ഇങ്ങനെ ഡയറക്ടേഴ്സ് തുടങ്ങിയവരെല്ലാം നിങ്ങളെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ആ ത്യാഗം തീർച്ചയായും അത് പ്രതിഫലമർഹിക്കാതെ ചെയ്യുന്ന ഒരു ത്യാഗമാണെന്ന് ഞങ്ങൾക്കൊക്കെ അറിയാം. ആ ബോധ്യം കൊണ്ട് തന്നെയാണ് നിങ്ങളെ കാണുവാനും നിങ്ങളോട് സംവദിക്കുവാനുമായി, നിങ്ങൾക്ക് ക്ലാസ് എടുക്കുവാനുമായി നമ്മുടെ പ്രിയപ്പെട്ട കടവിലച്ചൻ എന്ന മാത്യൂസ് മാർ പക്കോമിയോസ് തിരുമേനി ഇന്ന് നമ്മുടെ ഇവിടെ സന്നിഹിതനായിരിക്കുന്നത്. രാത്രി ഒരുപാട് താമസിച്ചാണ് അഭിമന്യ പിതാവ് ബത്തേരി ഭദ്രാസനത്തിലെത്തിയത്. പിതാവിന് നല്ല ബോധ്യങ്ങളുണ്ട്. വിശ്വാസ പരിശീലനത്തിൻ്റെ പ്രത്യേകത, പ്രാധാന്യത്തെക്കുറിച്ച് നല്ല ബോധ്യങ്ങളുള്ള അഭിമന്യ പിതാവ്. അതുകൊണ്ട് തന്നെയാണ് ഈ റിസ്ക് എടുത്ത് ഇന്ന് നമ്മോടൊപ്പമായിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ സൂചിപ്പിച്ചു, വിശ്വാസം എന്നത് പുണ്യമാണ്. അത് കൈകാര്യം ചെയ്യുന്നവരുടെ വിളി എന്ന് പറയുന്നത് വളരെ ദൈവികമായ ഒരു നിയോഗമാണ്. വരും തലമുറയ്ക്ക് വിശ്വാസത്തെ പകർന്നു കൊടുക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. നിങ്ങളൊരു പക്ഷേ യൂർഗൻ മോൾട്ട്മാൻ എന്ന ദൈവശാസ്ത്രത്തിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാകും. അദ്ദേഹം ഒരു ജർമ്മൻ ദൈവശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, വിശ്വാസ പരിശീലന പ്രക്രിയയിൽ ഏർപ്പെട്ടിരിക്കുന്നവർ, വിശ്വാസം എന്ന മഹാദാനം പകർന്നു കൊടുക്കുവാനായി ആത്മസമർപ്പണം ചെയ്തവർ, we live in the tension between identity and relevance. We live in the tension between identity and relevance. ഒരേ സമയം വിശ്വാസത്തിൻ്റെ ക്രിസ്തീയ രഹസ്യങ്ങളുടെ തനിമ കാത്തു സൂക്ഷിക്കേണ്ടവരാണ്. അതോടൊപ്പം തന്നെ മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഈ കാലഘട്ടത്തിന് അനുയോജ്യമാം വിധം ആ വിശ്വാസത്തെ പകർന്നു കൊടുക്കേണ്ടവരാണ്. കാലത്തിൻ്റെ അടയാളങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ഈ വിശ്വാസം എന്ന പുണ്യത്തെ, ആ മഹാദാനത്തെ മറ്റുള്ള തലമുറയ്ക്ക് പകർന്നു കൊടുക്കുവാനുള്ള നിയോഗം ഏറ്റെടുത്തിരിക്കുന്നവർ. തീർച്ചയായും നമ്മൾ ഇതിനെക്കുറിച്ച് ബോധ്യമുള്ളവരാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പക്കാരനെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നാം ജീവിക്കുന്ന കാലഘട്ടത്തിൻ്റെ, ലോകത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് അറിവുള്ളവരായിരിക്കണം. ഈ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ച് ബോധ്യമുള്ളവരാണ് ആയിരിക്കണം. നമ്മുടെ കുഞ്ഞുമക്കളും യുവജനങ്ങളുമൊക്കെ ഒരുപാട് വെല്ലുവിളികൾ നമ്മെപ്പോലെ തന്നെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളുമൊക്കെ ജീവിക്കുന്നത്. യുദ്ധത്തിൻ്റേതായ, മറ്റ് കെടുതികളുടേതായ, മറ്റ് പ്രയാസങ്ങളുടേതായ ഒരുപാട് വെല്ലുവിളികൾ നാം ഓരോരുത്തരും നേരിട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ നാം ഓർമ്മിപ്പിക്കുന്നു, കാലത്തിൻ്റെ അടയാളങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ചിന്താഗതികൾക്ക് മാറ്റമുണ്ടാകേണ്ട ഒരു സാഹചര്യമുണ്ട് എന്ന്. ഒരുപക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ അറിഞ്ഞിട്ടുണ്ടാകും. പരിശുദ്ധ മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ തിരുമേനി ഇക്കഴിഞ്ഞ ഒക്ടോബർ മാസം 24-ാം തീയതി ഒരു പുതിയ ചാക്രി ലേഖനം എഴുതുകയുണ്ടായി, പുറത്ത് പബ്ലിഷ് ചെയ്തു. അവിടുന്ന് നമ്മെ സ്നേഹിച്ചു എന്ന തലക്കെട്ടോടുകൂടി. ദിലെക്സിസ് നോസ്, അവിടുന്ന് നമ്മെ സ്നേഹിച്ചു. ദിവ്യഹൃദയത്തിൻ്റെ, തിരുഹൃദയത്തിൻ്റെ ആരാധനയുടെ പശ്ചാത്തലത്തിൽ രചിച്ച ഒരു മനോഹരമായ എൻസൈക്ലിക്കലാണ് ദിലെക്സിസ് നോസ്. ഈ വെല്ലുവിളികളെക്കുറിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തുന്നതോടൊപ്പം പരിശുദ്ധ പിതാവ് നമ്മെ ഓർമ്മപ്പെടുത്തി, ഹൃദയം നഷ്ടപ്പെട്ടുവെന്നും തോന്നുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം. ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത ഏതാണ്? ഹൃദയം നഷ്ടപ്പെട്ടുവെന്ന് തോന്നുന്ന ഒരു സ്ഥിതിവിശേഷമുള്ള സമൂഹത്തിലാണ് ഞാനും നിങ്ങളും നമ്മുടെ മക്കളും നമ്മളുമൊക്കെ ജീവിക്കുന്നത്. അവിടെ ഏറ്റവും അനിവാര്യമായത് മറ്റൊന്നല്ല, ക്രിസ്തുവിൻ്റെ തിരുഹൃദയമാണ്. ആ തിരുഹൃദയത്തെ ചേർത്ത് പിടിക്കുവാൻ, ആ തിരുഹൃദയത്തെ കണ്ടെത്തുവാനുള്ള വലിയൊരു ദൗത്യം ഏറ്റെടുത്തവരാണ് പ്രിയമുള്ളവരെ നിങ്ങൾ ഓരോരുത്തരും. ഈ ദൗത്യം ഏറ്റവും ഭംഗിയായി നിർവഹിക്കുവാൻ നിങ്ങൾക്ക് കഴിയട്ടെ. നിങ്ങളത് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് ഞങ്ങൾക്കൊക്കെ അറിയാം. തുടർന്നും ക്രിസ്തുവിൻ്റെ മുഖം കറയില്ലാതെ, ചുളിവില്ലാതെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കും, പൊയ്മുഖങ്ങളില്ലാതെ വരച്ച് കാണിക്കുവാൻ
മറ്റുള്ളവർക്ക് തുറന്നു കാണിക്കുവാൻ തുടർന്നും നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി ഈ സംഗമത്തിന് എല്ലാ നന്മകളും നേരുന്നു. നമ്മുടെ പ്രിയപ്പെട്ട ഞാൻ സൂചിപ്പിച്ചു, കടവിലച്ചനെയാണ് കൂടുതൽ നമുക്കൊക്കെ പരിചിതം. മാത്യൂസ് മാർ പക്കോമിയോസ് എന്നൊക്കെ പറയുന്ന പേര് തന്നെ നമുക്ക് അത്ര സുപരിചിതമല്ല. പിതാവ് നമുക്ക് സുപരിചിതനാണ്. നമ്മുടെ കൂടെ ബത്തേരി ഭദ്രാസനത്തിൽ ശുശ്രൂഷ ചെയ്ത ആളാണ്. ഈ ഇടവകയും പരിസരങ്ങളുമൊക്കെ വളരെ കൃത്യമായിട്ട് അറിയാവുന്നതാണ്. പിതാവിൻ്റെ ഭാഷ നമുക്ക് സുപരിചിതമാണ്. അഭിമന്യ പിതാവിൻ്റെ ക്ലാസ് കേൾക്കുവാനും അഭിമന്യ പിതാവിനോട് സംവദിക്കുവാനുമായി നമ്മളൊക്കെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഈ അവസരത്തിൽ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അഭിമന്യ പിതാവിൻ്റെ ആശീർവാദത്തോടെ, നിങ്ങളുടെ ഓരോരുത്തരുടെയും അനുവാദത്തോടുകൂടി ഈ മഹാസംഗമം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സഭയുടെ വിശ്വാസ പരിശീലനത്തിൻ്റെ പങ്കിനെക്കുറിച്ചും ഇന്ന് നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ചും ഉദ്ഘാടന പ്രഭാഷണത്തിലൂടെ നമ്മെ ദ്യോതിപ്പിച്ച വികാരി ജനറൽ അച്ഛൻ നന്ദി. തുടർന്ന് നമ്മുടെ വികാരി ജനറൽ അച്ഛൻ മേഖലയിലെ മതബോധന സമിതി അംഗങ്ങളായ ഡയറക്ടർ, കോർഡിനേറ്റർ, പ്രൊമോട്ടർ, ഹെഡ്മാസ്റ്റർ എന്നീ പ്രതിനിധികൾക്ക് തിരിച്ചറിയൽ കാർഡ് നൽകുന്നു. അവ ഏറ്റുവാങ്ങുന്നതിനായി ഡയറക്ടേഴ്സിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട കുര്യൻ പുലിപ്പുര അച്ഛനെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അച്ഛൻ നീലഗിരി മേഖലയുടെ ഡയറക്ടറാണ്. കോർഡിനേറ്ററിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സിസ്റ്റർ ജസ്മിൻ തെരേസ് DM, പുൽപ്പള്ളി മേഖല കോർഡിനേറ്റർ. പ്രൊമോട്ടേഴ്സിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് മാനന്തവാടി മേഖല പ്രൊമോട്ടർ ബഹുമാനപ്പെട്ട എൽദോ വാളങ്കോട്ട് സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഹെഡ്മാസ്റ്ററിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ജയ ഷാജി ടീച്ചർ, കാസർഗോഡ് മേഖലയിലെ ഏറ്റുകൊടുക്ക HM ടീച്ചറിനെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ബാക്കിയുള്ളവരുടെ തിരിച്ചറിയൽ കാർഡ് അതാത് മേഖലകളുടേത് ഉടൻ തന്നെ ഈ സമയത്ത് തന്നെ വിതരണം ചെയ്യുന്നതാണ്. വരാത്തവരുടെ തിരിച്ചറിയൽ കാർഡുകൾ രൂപതാ സമിതിയെ തിരിച്ചേൽപ്പിക്കണമെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. താങ്ക് യു. മതബോധനം വചനവർഷത്തിൽ എന്ന വിഷയത്തെ ആസ്പദമാക്കി നമ്മളോട് സംസാരിക്കുന്നത് പൂനെ കട്കി ഭദ്രാസനത്തിൻ്റെ ദിദിയെ മെത്രാപോലീത്ത. 2002 ബെൽജിയത്തിലെ കാത്തലിക് യൂണിവേഴ്സിറ്റി ഓഫ് ല്യൂവനിൽ നിന്നും ദൈവശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ്, പ്രൊവിൻഷ്യൽ കൗൺസിലർ, പ്രൊവിൻഷ്യൽ സുപ്പീരിയർ, OIC സുപ്പീരിയർ ജനറൽ, കേരള കാത്തലിക് ബിഷപ്പ് കൗൺസിൽ ദൈവശാസ്ത്ര കമ്മീഷൻ സെക്രട്ടറി, മലങ്കര മേജർ സെമിനാരി പ്രൊഫസർ എന്നീ മേഖലകളിലും അതിൻ്റെ ഒപ്പം ദൈവശാസ്ത്ര വിദ്യാഭ്യാസത്തിന് മികവുറ്റ സംഭാവനകൾ നൽകി ബത്തേരി ഭദ്രാസനത്തോട് ചേർന്ന് നിന്ന് നമുക്കേവർക്കും സുപരിചിതനും സ്നേഹവാത്സല്യം ചൊരിയുന്ന പൂന കട്കി ഭദ്രാസന അധ്യക്ഷൻ മോസ്റ്റ് റവറൻ ഡോക്ടർ മാത്യൂസ് മോർ മക്കോബിയസ് തിരുമേനിയെ ആദരപൂർവ്വം മതബോധനം വചനവർഷത്തിൽ എന്ന വിഷയത്തെ ആസ്പദമാക്കി ക്ലാസ് നയിക്കുന്നതിനായി ക്ഷണിക്കുന്നു. പ്രിയ ബഹുമാനപ്പെട്ട ഓലിക്കലച്ച, പ്രിയ ക്രിസ്തുമന്ത്രി അച്ഛ, പ്രിയ വൈദിക സഹോദരങ്ങളെ, സിസ്റ്റേഴ്സ്, പ്രിയ സഹോദരങ്ങളെ, വളരെയേറെ സന്തോഷമുണ്ട് ഇന്ന് നിങ്ങളോടുകൂടി അല്പസമയം ആയിരിക്കുവാനായിട്ട് ഒരവസരം ലഭിച്ചതിൽ. ബത്തേരി രൂപതയിലെ വിവിധ ഗ്രൂപ്പുകളിലായി ഞാൻ സംസാരിക്കാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. അത് MCIക്കും MCYM-നും മാത്രമല്ല, സെൻട്രൽ സ്കൂൾ ടീച്ചേഴ്സിനും കമ്മിറ്റി അംഗങ്ങളോടും പാസ്റ്റർ കൗൺസിലിനോടൊക്കെ സംവദിക്കാനായിട്ട് അവസരം ലഭിച്ചിട്ടുണ്ട്. ഞാൻ പറയാൻ പോകുന്നതിൻ്റെ ആകത്തുക നിങ്ങൾക്ക് തന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ്. എങ്കിലും വചനവർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ മതബോധനം എന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ച് ഏതാനും ചിന്തകൾ പങ്കുവയ്ക്കുവാനാണ് എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നിങ്ങളെല്ലാവരും മതബോധന പ്രക്രിയയിൽ ഉൾപ്പെട്ടു നിൽക്കുന്നവരാണ്. വർഷങ്ങളായി നമ്മുടെ ഇടവകകളിൽ സെൻട്രൽ സ്കൂൾ പഠിപ്പിക്കുന്നവർ. അതുകൊണ്ട് തന്നെ വചനവർഷത്തിൽ മതബോധനം എങ്ങനെ നടത്തണമെന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. ഒരുപക്ഷെ നിങ്ങളുടെ കാഴ്ചപ്പാട് കേൾക്കുന്നതായിരിക്കും കൂടുതൽ അനുഗ്രഹം. ഞാൻ ഒറ്റയ്ക്ക് എന്തെങ്കിലും പറയുന്നതിനേക്കാൾ നിങ്ങൾ ഓരോരുത്തരും ഈ വചനവർഷത്തിൽ എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് പറഞ്ഞു കേൾക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. എന്നാൽ അതേസമയത്ത് തന്നെ എല്ലാവരോടും സംസാരിക്കുന്നതിന് പകരം അതിന് സഹായകമായ ചില ചിന്തകൾ പങ്കുവയ്ക്കുവാനാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. ക്ലാസ്സിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഈ സംഭാഷണം കേൾക്കാനുള്ള സാഹചര്യമുണ്ട് എങ്കിൽ അത് കേൾക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ ശ്രമിക്കുന്നതായിരിക്കും. ഞാൻ ചില ചിന്തകൾ നിങ്ങളോടൊത്ത് പങ്കുവയ്ക്കുന്നു എന്നുള്ളതേ ഉള്ളൂ.
മതബോധനം വചന വർഷത്തിൽ എന്ന് പറയുമ്പോൾ അതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുക? മതബോധനം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുക. വചനവർഷത്തിൽ അതിന് വേറെ വല്ല അർത്ഥമുണ്ടോ? നമ്മൾ മതബോധനം നടത്തുകയല്ലേ. വചനവർഷത്തിൽ അതിനകത്ത് തന്നെ പ്രത്യേകതയുള്ളത്. നമ്മൾ നടത്തിക്കൊണ്ടിരുന്ന വചനവർഷം വീണ്ടും ആവർത്തിക്കുന്നു. വചനവർഷം പ്രമാണിച്ച് ചെയ്യണമെന്ന് പറയുന്ന കാര്യങ്ങൾ ഈ മതബോധനത്തിൻ്റെ ഭാഗമായി വേദപുസ്തക വായനയും വേദപുസ്തകത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കലും വേദപുസ്തകത്തെ കൂടുതലായിട്ട് അല്ലെങ്കിൽ അത് ഉപയോഗിക്കുവാനായിട്ട് നമ്മുടെ കുട്ടികളെ ഒന്ന് പ്രേരിപ്പിക്കുന്ന, പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പ്രക്രിയ എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. അതിനേക്കാൾ ഉപരിയായി വചനവർഷത്തിൽ എന്തെങ്കിലും നമുക്ക് ചെയ്യാനുണ്ടോ? ഞാൻ ഈ വിഷയത്തെ മറ്റൊരു വിധത്തിൽ ഒന്ന് വിശദീകരിക്കാമെന്ന് കരുതുകയാണ്. മതബോധനം എന്ന് പറഞ്ഞാൽ എന്താ? മതബോധനം മതത്തെ സംബന്ധിച്ച വിശദീകരണം, ഇല്ലയോ? മതത്തെ ബോധിപ്പിക്കുക. നമ്മൾ ഇതിനുപയോഗിച്ചിരുന്ന മലയാള പദം ഒന്ന് നോക്കിക്കേ. എന്താണ് മലയാള പദം? വേദപാഠ ക്ലാസ് അല്ലേ? വേദം പഠിപ്പിക്കലല്ലയോ? അല്ലേ? വേദമെന്ന് പറഞ്ഞാൽ എന്താ? വേദപുസ്തകമാണ് നമ്മുടേത്. വചനമാരി പൊഴിക്കണേ ദൈവമേ, തിരുവചനമാക്കി തീർക്കണേ എന്നെയും. വചനമാരി പൊഴിക്കണേ ദൈവമേ, തിരുവചനമാക്കി തീർക്കണേ എന്നെയും. തന്നെ വചനവും നീയല്ലോ രക്തവും, നീ തന്നെയാണല്ലോ ശരീരവും. നീ തന്നെ വചനവും നീയല്ലോ രക്തവും, നീ തന്നെയാണല്ലോ ശരീരവും. വചനവർഷം തിരുവചനവർഷം, വചനവർഷം തിരുവചനവർഷം, നിന്നിൽ വസിച്ചിടാൻ തിരുവചനവർഷം, നിന്നിൽ വസിച്ചിടാൻ വചനമാരി പൊഴിക്കണേ ദൈവമേ, തിരുവചനമാക്കി തീർക്കണേ എന്നെയും. ആദിമുതലുണ്ടായിരുന്ന തിരുവചനം, ആൽഫയും ഒമേഗയും നീ തന്നെ. ആദിമുതലുണ്ടായിരുന്ന തിരുവചനം, ആൽഫയും ഒമേഗയും നീ തന്നെ. അഖിലാണ്ട പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതും നീ, അഖിലാണ്ട പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതും നീ, അന്നുമിന്നും
ഇമ്മാനുവേൽ 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 അനുഭവം പകരണമേ ഇമ്മാനുവേൽ അനുഭവം പകരണമേ വചനമാരി പൊഴിക്കണേ ദൈവമേ തിരുവചനമാക്കി തീർക്കണേ എന്നെയും കഠിനമാ ഹൃദയത്തെ ഹിമം പോലാക്കും ഇരുതല വാളിതല്ലോ നിൻ വചനം കഠിനമാ ഹൃദയത്തെ ഹിമം പോലാക്കും ഇരുതല വാളിതല്ലോ നിൻ വചനം നിൻ സൃഷ്ടിയും പൂർണ്ണമായി തീരുവാൻ ഓരോ നിൻ സൃഷ്ടിയും പൂർണ്ണമായി തീരുവാൻ ഞാനും നീയും ഒന്നായതുപോൽ എല്ലാരും ഒന്നാകുവാൻ ഞാനും നീയും ഒന്നായതുപോൽ എല്ലാരും ഒന്നാകുവാൻ വചനമാകാൻ തിരുവചനമേകാൻ വചനമാകാൻ തിരുവചനമേകാൻ എന്നെ അയക്കണേ തിരുവചനമേകാൻ എന്നെ അയക്കണേ വചനമാരി പൊഴിക്കണേ ദൈവമേ തിരുവചനമാക്കി തീർക്കണേ എന്നെയും വചനമാരി പൊഴിക്കണേ ദൈവമേ തിരുവചനമാക്കി തീർക്കണേ എന്നെയും